4000-ലധികം കത്തോലിക്ക വിശ്വാസികളാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 2-ന് രക്തസാക്ഷിയായ അവരുടെ പ്രിയപ്പെട്ട അരുളച്ചന്റെ 25ാം ചരമവാർഷിക അനുസ്മരണ ബലിയിൽ പങ്കെടുക്കുവാൻ ജാമുബാനിയിലെ ഉൾക്കാട്ടിലെത്തിയത്. 33-കാരനായ ഫാദർ അരുൾദാസ് അമ്പേറ്റു മരിക്കുമ്പോൾ ഹോ ഗോത്രവർഗ വിഭാഗത്തിലെ 18 കുടുംബങ്ങളാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞതെങ്കിൽ 25 വർഷത്തിനു ശേഷം അരുളച്ചന്റെ സ്വർഗീയ മധ്യസ്ഥതയിൽ എന്നവണ്ണം 400-ലധികം ഹോ കുടുംബങ്ങളാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അരുളച്ചൻ ക്ലെറേഷ്യൻ മിഷണറി സഭയിൽ ചേർന്ന് വടക്കേ ഇന്ത്യയിലെ മിഷണറി ആകാനായി അതിയായി ആഗ്രഹിച്ചിരുന്നു. തന്റെ സെമിനാരി കാലഘട്ടത്തിൽ ദൈവശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി സംബൽപൂർ രൂപതയിൽ ചിലവഴിച്ച നാളുകളിലാണ് ഹോ എന്ന ആദിവാസി വിഭാഗവുമായി അദ്ദേഹം പരിചയം സ്ഥാപിക്കുന്നത്. ദരിദ്രരും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടവരും നിഷ്കളങ്കരുമായ ഈ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാനും അവർക്ക് ഈശോയെ കൊടുക്കുവാനും അതിയായി ആഗ്രഹിച്ച അദ്ദേഹം കടുപ്പമേറിയ ഹോ ഭാഷ പഠിക്കുവാൻ തീരുമാനിച്ചു. 1993-ൽ വൈദികനായ ശേഷം കിലോമീറ്ററുകളോളം ഉൾവനങ്ങളിലൂടെയും മലമ്പ്രദേശങ്ങളിലൂടെയും നടന്ന് അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. താൻ സേവനം ചെയ്തിരുന്ന ലാവണ്യ ദൈപൂർ മിഷനിൽ കുട്ടികളോടൊപ്പം വനാതിർത്തിയിലിരുന്ന് ദൈവമേ, ഈ മലയ്ക്കപ്പുറം ഒരു പുതിയ മിഷൻ ആരംഭിക്കുവാൻ അനുവദിക്കണമേ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന സഫലമായി. വൈകാതെ മലയ്ക്കപ്പുറത്ത് ആനന്ദപുരത്തിനടുത്ത് 2 കുടുംബങ്ങൾ ഈശോയെ അറിഞ്ഞു. പിന്നീട് അത് 5ആയി. ആ ശ്രേഷ്ഠ മിഷണറിയുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു. കേവലം 2 വർഷം കൊണ്ട് 4 മിഷനുകളാണ് അരുളച്ചന്റെ നേതൃത്വത്തിൽ ഉടലെടുത്തത്. ഒരു നാൾ അവിടെ നിന്ന് 47 കിലോമീറ്റർ അകലെ റിസർവ് ഫോറസ്റ്റിൽ ഉൾപ്പെടുന്ന ജാമുബാനി ഗ്രാമത്തിലെ മരണക്കിടക്കയിലായിരുന്ന ഒരാൾക്ക് അരുളച്ചനിലൂടെ ഈശോ രോഗസൗഖ്യം നൽകുകയും അങ്ങനെ ജാമുബാനി മിഷൻ ഉടലെടുക്കുകയും ചെയ്തു. മഴക്കാലങ്ങളിൽ നദി കടന്ന് 17 കിലോമീറ്ററുകൾ നടന്നാണ് അദ്ദേഹം ജാമുബാനി ഗ്രാമത്തിലെത്തിയിരുന്നത്. 1999 സെപ്റ്റംബർ 1-ന് പതിവ് പോലെ അരുളച്ചൻ ആത്മീയ ശുശ്രൂഷകൾക്കായി ജാമുബാനിയിലേക്ക് പുറപ്പെട്ടു. മലേറിയ മൂലം കടുത്ത പനി ബാധിച്ചിരുന്ന അദ്ദേഹം സിസ്റ്റേഴ്സിന്റെ അടുത്തുനിന്ന് മരുന്ന് മേടിച്ചാണ് യാത്രയായത്. ജാമുബാനിയിലെത്തി വിശുദ്ധബലി അർപ്പിച്ച് അദ്ദേഹം സമീപത്തെ ഒരു കൊച്ചുകുടിലിൽ വിശ്രമിക്കുകയായിരുന്നു. രാത്രി അമ്പും വില്ലും വടിയുമായി വന്ന ഒരു കൂട്ടർ ഗ്രാമീണരെ ഉപദ്രവിക്കുകയും ഉറങ്ങിക്കിടന്ന അച്ഛനെ മർദ്ദിച്ചവശനാക്കി ആക്രമിക്കുകയും ചെയ്തു. 8 അമ്പായിരുന്നു ആ വിശുദ്ധ വൈദികന്റെ ശരീരത്തിൽ തറച്ചത്. പിതാവേ, അറിവില്ലാത്തവരാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. അവരോട് പൊറുക്കണമേ. എന്റെ ആത്മാവിനെ ഒന്നും ചെയ്യാൻ അവർക്കാവില്ല. എന്റെ ജീവൻ ഇതാ പറന്നുയരുന്നു എന്ന പ്രാർത്ഥനയോടെ ആ വന്യ വൈദികൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. രക്തസാക്ഷികളുടെ ചുടുനിണമാണ് സഭയുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ജാമുബാനിയിൽ ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളർന്നത്. ആ വിശ്വാസമാണ് രക്തസാക്ഷിയായി 25 വർഷങ്ങൾ പിന്നിട്ട അരുളച്ചന്റെ അനുസ്മരണത്തിന് 4000-ലധികം വിശ്വാസികളെ ജാമുബാനിയിലെ ഉൾവനത്തിലെത്തിച്ചത്.